I'm very happy to be here amongst you today and to launch the scholarship program which is aptly named Uyariya, which means arise in Malayalam. I hope I pronounced it properly. ഉയർപ്പ്. ഞാൻ ഏറെ സന്തോഷവതിയാണ് ഇന്ന് ഈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉയർപ്പ് എന്നുള്ള പദ്ധതി ഇവിടെ തുടങ്ങുന്നതിൽ വലിയ സന്തോഷവതി. This has been very generously funded by the Malabar Charitable Trust, and I saw just now I was shown some papers about how the work that they are doing all across India, and I must commend them on the great work they are doing, especially for women and for children. ഈ പദ്ധതിക്കുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത് മലബാർ ഗോൾസിലൂടെയാണ്. അവർ ഇതിനെ വളരെ ഉദാരമായി ഇതിനെ സമീപിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ത്യ മുഴുവൻ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് വാർത്തകളുമെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. When I came here after the landslide, I met many of you. All of us who are here, we saw the devastation, we saw the pain, and we saw the suffering that you went through. ഞാൻ ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള പലരെയും തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആ ദുരന്തത്തിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടത്തെ സംബന്ധിച്ചും ജീവനോപാധിയും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചും നമ്മളെല്ലാവരും നേരിട്ട് കണ്ടവരാണ്. We saw it from the outside. It was you who suffered. It was you who lost loved ones, who lost your livelihoods, who lost families, homes, your school. ഞാൻ അത് പുറത്തു നിന്ന് കണ്ട ഒരാളാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ നഷ്ടങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ടതും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായുള്ളവരെ നഷ്ടപ്പെട്ടതും ജീവനോപാധികൾ നഷ്ടപ്പെട്ടത്, വീടുകൾ നഷ്ടപ്പെട്ടത് ഉൾപ്പെടെ എല്ലാം അനുഭവിച്ചവരാണ് നിങ്ങൾ. And we have all watched you since then. We can only imagine the pain that you have gone through. We can only understand from the outside. But the lives that you have had to live without those you love is something that has affected you deeply. And it is something that only you can understand. ഞങ്ങൾ എല്ലാവരും പുറത്തു നിന്നത് കണ്ടു. പക്ഷേ അത് അനുഭവിച്ച നിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം മനസ്സിലാവും. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെ അതിന് കൂടെയുണ്ട്, നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ അത് അതിജീവിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കരുത്തിലായിരുന്നു. And we can never presume to give you back what you have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ കഴിയുന്നതല്ല. That is something you will always carry with you. അത് നിങ്ങൾക്ക് എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുന്ന വേദനയാണ്. What we can do is try to make life easier for you in the future. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാൻ, എളുപ്പമുള്ളതാക്കാൻ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. And we have tried in these last months. Everybody has tried. All those across political parties, across their ideologies, everybody, even in their own small ways, people who live around you, people in the areas around where you live, everybody has contributed to try to help and support you to rebuild the lives that you lost. ഞങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം എല്ലാവരും, എല്ലാ ആശയങ്ങളിൽപ്പെട്ടവരും, രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും, സമൂഹത്തിൽപ്പെട്ടവരും, നിങ്ങൾക്ക് തൊട്ട് അടുത്തുള്ള നിങ്ങളുടെ അയൽവാസികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ദുരന്തത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജ്ജമാണ്. People across the country extended their support and help to you. But most importantly, what we here in Wayanad saw was your spirit, your strength, your bravery and courage despite everything that you went through. നിങ്ങളുടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും ആ ദുരന്തത്തിൽ നമ്മളോട് ഐക്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അത് അതിജീവിച്ച നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ ഊർജ്ജവും അതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയദാർഢ്യവുമെല്ലാം ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായത്. And we saw how everybody here put in whatever they could, did whatever they could to help and to stand by you. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എല്ലാ പരമാവധി ചെയ്തുകൊണ്ട്, എല്ലാ ശ്രമവും ഉപയോഗിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, കരകയറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. But what was very worrisome was to see how many children had lost their families, lost their parents, and were left more or less on their own after the tragedy. ഏറ്റവും ദുഃഖകരമായിട്ട് ആ ദുരന്തത്തിൽ കണ്ടത് എത്രമാത്രം കുട്ടികൾക്കാണ്
അവരുടെ കുടുംബം, അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. In many instances, students who are studying outside, in colleges outside of here, survived, but they lost their entire families. ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾ, ഈ വയനാട്ടിൽ നിന്ന് പുറത്ത് പഠിച്ചിരുന്ന കുട്ടികൾക്ക് അവരിതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ കുടുംബം മുഴുവൻ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. And in such circumstances, we were all very concerned about how they will be able to continue their education. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്തയും നമ്മുടെ ആശങ്കയും ആ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. Amongst us in the UDF, we took a decision that we will try our best to see that all of you can continue with your education. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ UDFന്റെ ഭാഗമായിട്ട് നിന്ന് ചിന്തിച്ചത് ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും, ആ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. And I am proud to say that Siddique ji established a dedicated office focused on educational rehabilitation. അതെ, എനിക്ക് വലിയ അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ സാധിക്കും, നമ്മുടെ MLA ശ്രീ ടി സിദ്ദീഖ് ആ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് സഹായം എത്തിക്കാൻ വേണ്ടി ഒരു പൂർണ്ണമായി അതിനുവേണ്ടിയായിട്ടൊരു ഓഫീസ് സംവിധാനം ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളത്. Under MLA Cares project, he not only raised funds for the students, but proactively negotiated with colleges to provide generous fee waivers for them. അദ്ദേഹത്തിൻ്റെ MLA Cares എന്ന പദ്ധതിയിലൂടെ അദ്ദേഹം കുട്ടികൾക്കുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയെന്ന് മാത്രമല്ല, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ കൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു സമവായം ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. I am very happy to know that 121 students from Wayanad are currently studying at Nish Kanyakumari. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കന്യാകുമാരിയിലെ നിഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വയനാട്ടിലെ 121 കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. And I would like to thank Nish Kanyakumari from my heart for the generous scholarship that they are giving. They are going to give the students a full scholarship, hostel and mess fee waiver. ആ നിഷ് എന്ന് പറയുന്ന കന്യാകുമാരിയിലെ സ്ഥാപനത്തിൻ്റെ അധികാരികളോട് എനിക്ക് വലിയ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയുണ്ട്. അവരുടെ പഠനത്തിൻ്റെ ചെലവ്, അവരുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫീ, മെസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഉദാരമായ സമീപനം അവർ എടുത്തു എന്നുള്ളതിൽ. I'd also like to express my gratitude to Yenapoya University in Karnataka that is funding 4 students from Wayanad. എനിക്ക് കർണാടകത്തിലെ യെലപ്പോയ യൂണിവേഴ്സിറ്റി അവർ 4 വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. I would like to congratulate Advocate T. Siddique ji for his novel initiatives like the Spark to train youth for competitive examinations, particularly from marginalized communities. നമ്മുടെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ശ്രീ സിദ്ദീഖ് പോകുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. And I very much appreciate the decision to provide 20% reservations for tribal students in the coaching program. ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് 30% സംവരണം അതിൽ കൊടുക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ അഭിമാനം നൽകുന്ന ഒന്നാണ്. I am happy to congratulate the Malabar Gold Foundation for distributing rupees 62 lakhs until now and for their proposal to fund college fees to the tune of rupees 2 crores till the students finish their education. മലബാർ ഗോൾഡ് ഏകദേശം 51 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നുള്ളതും 2 കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഈ കുട്ടികൾക്ക് പഠനത്തിനുള്ള സഹായത്തിനു വേണ്ടി നൽകുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിനും മലബാർ ഗോൾഡിനോട് എനിക്ക് വലിയ സന്തോഷവും നന്ദിയുമുണ്ട്. Thank you for being present here today. I would also like to thank the VC of Nish Kanyakumari and Yenapoya University who are also apparently present here today. ഇന്ന് ഇവിടെ എത്തിയതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരി നിഷ് കോളേജിനും കർണാടകയിലെ യെലപ്പോയ കോളേജിനും അധികാരികളും ഇവിടെ എത്തിയതിൽ എനിക്ക് അവരോട് നന്ദിയുണ്ട്. It's very heartening to see many people put in their best efforts and put in whatever support they can to build your futures.
ഇവിടെ എല്ലാവരും അവരാൽ കഴിയുന്നത് ചെയ്യുന്നു, അവരായിട്ട് കഴിയുന്നുള്ള ശ്രമം ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത് വലിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. But ultimately it is you and the work you put in, when you get the scholarships, the effort you put in, that will establish what the rest of your life is going to be like. പക്ഷേ ഇന്ന് നിങ്ങൾ ഇതിനകത്തുള്ള സ്കോളർഷിപ്പ് ലഭിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഇടുന്ന ശ്രമം അതിൽ വിജയിക്കുന്നത് കാണുമ്പോഴാണ് ഇതിന് പൂർണ്ണമായ അർത്ഥമായി മാറുന്നത്. You have been heroic in the dignity with which you have faced what has happened to you. You have been heroic. നിങ്ങൾക്ക് ഈ ദുരന്തത്തെ നിങ്ങൾ അതിജീവിച്ചത് വലിയ രീതിയിൽ ഒരു വീരപരിവേഷത്തോടു കൂടിയാണ് വയനാട് അതിനെ അതിജീവിച്ചത്. നിങ്ങൾ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. I don't know if that was a correct translation. Yeah, it was. I was saying that you have shown a lot of courage. You have shown a lot of strength and bravery. And sometimes it must be tiring for you to have to continue to be courageous and continue to be brave after everything that has happened to you in your life, and as you see your lives ahead of you. നിങ്ങൾ വലിയ കരുത്തും അതുപോലെ തന്നെ നിങ്ങൾ വലിയ ധൈര്യവുമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി. അത് മുന്നോട്ടും നിങ്ങൾ ആ കരുത്തും ഊർജ്ജത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൂരെയുള്ള പ്രത്യാശയുടെ വെളിച്ചം കാണുന്നതുവരെ നിങ്ങൾക്കത് നിലനിർത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. So I want to tell you that we are all here to support you. We are all here to help you step by step in rebuilding your lives and in building a better future for yourselves. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെയുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പമുണ്ട്. And I wish you all the very best as you go ahead into this life, of your education, and into the new universities and colleges that you will join. And I hope that these scholarships will help you to stand up on your own feet and to do all you can to build good lives for yourselves. നിങ്ങൾ പുതിയ സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ പുതിയ പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോകുമ്പോൾ അത് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രചോദനമാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാകുന്നതാണ്. അതിന് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. Thank you. നന്ദി.